ഇപ്പോൾ റേപ്പ് സംബന്ധിച്ചുള്ള നിയമങ്ങളിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു. അത് ജാമ്യം സംബന്ധിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇത്തരത്തിൽ ഒരുപാട് കേസുകളിൽ ഈ ആളുകളെ പെടുത്തുവാനും കൺസെഷണൽ സെക്സ് രണ്ടുപേർ തമ്മിൽ സൗഹൃദം ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വെച്ച് ആ സൗഹൃദം തകരുമ്പോൾ അത് ആ ഒറ്റ തകരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഒരു പാർട്ടിക്ക് മറ്റൊരു പാർട്ടിക്കെതിരെ റേപ്പ് കേസ് കൊടുക്കാൻ കഴിയില്ല എന്ന് യാതൊരു അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം സുപ്രീം കോടതി ഈ അടുത്ത കാലത്ത് ഒട്ടനവധി വിധിന്യായങ്ങളിലൂടെ വ്യക്തമാക്കിയുണ്ടായി. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 376 കേസുകളിൽ ഇത്തരത്തിലുള്ള ഈ കേസല്ല പല കൺസെഷണൽ സെക്സ് കേസുകളിലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് പിന്നീട് ഒരു പാർട്ടി കേസുമായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായും വിചാരണ കോടതിയായാലും ശരി, ഹൈക്കോടതി ആയാലും ശരി, അവർക്ക് എക്സ്ട്രാ ഓർഡിനറി ജൂറിസ്ഡിക്ഷൻ റിലീഫ് അനുസരിച്ച് മുൻകൂർ ജാമ്യം കൊടുക്കാൻ തയ്യാറായുള്ള സ്ഥിതിവിശേഷം വന്നിട്ടുള്ളത്. അതിന്റെ എല്ലാം ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ പല കേസുകളിലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ആ ജാമ്യം കിട്ടി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം നിരപരാധിയാണെന്നുള്ളൊരു ഫൈൻഡിങ് ഒന്നും ഉണ്ടെന്നുള്ള അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല. അതായത് സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും സമ്മതമില്ലാതെ ഒരു ഉഭയസമ്മതപ്രകാരമല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒരു ബലാത്സംഗത്തിന് തുല്യമായി പരിഗണിക്കപ്പെടും എന്നും കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലേ? തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ വരാം. ഒരു നാരോ ലൈനാണ് അത്. ഈ കൺസെന്റ് ഒബ്റ്റൈൻഡ് ബൈ ഫ്രോഡ് ഓർ കൺസെന്റ് ബൈ മിസ്റെപ്രസെന്റേഷൻ അതെല്ലാം റേപ്പ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ആ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷെ അതല്ല, ഇതിനെ അങ്ങനെയൊന്നും നമ്മൾ കാണാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ഒരേ വ്യക്തി, ആ വ്യക്തിക്കെതിരെ ഒന്നിനു പുറകെ ഒന്നായി 3 പരാതികൾ, ആ 3 പരാതികളുടെയും മോഡസ് ഓപ്പറാൻഡി അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു മുൻ എം എൽ എ ഇപ്പോഴത്തെ MLA അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്ന പരാതിയുടെ സ്വഭാവം, അതിന്റെ രീതി ഒന്ന് പരിശോധിക്കൂ. അലിഗേഷൻ എന്താണ്? ആ അലിഗേഷനിൽ പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹം ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഈ അവരെ പീഡിപ്പിക്കുക മാത്രമല്ല അതിനുശേഷം അവരെ ഭീഷണിപ്പെടുത്തുകയും അത്തരത്തിലുള്ള ഈ അലിഗേഷൻസ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് നമ്മൾ ചെറുതായി കാണാൻ കഴിയില്ല. അത് ഈ പറയുന്ന കൺസെഷൻ സെക്സിന്റെ പർവ്യൂവിൽ വരുമെന്നോ അത് ഒറ്റപ്പെട്ട സംഭവമാണെന്നോ അതിനെ അങ്ങനെ യുണീക്കായി ഓരോ കേസിനെ വ്യത്യസ്തമായി കാണണമെന്നുള്ള അഭിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇയാൾക്കെതിരെ ഒന്നിനു പുറകെ ഒന്നായി. ഇത് അവര് തന്നെ ഈ പറയുന്ന അതിജീവിതമാർ തന്നെ നേരിട്ട് വന്ന് കൊടുക്കുന്നതാണ്. കാരണം ആരെങ്കിലും പ്രേരിപ്പിച്ചൊന്നും കൊടുക്കുന്നതല്ല. ഈ സംഭവവാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതുപോലെയുള്ള അതിജീവിതമാർ അവരെല്ലാവരും തന്നെ വിദ്യാഭ്യാസമുള്ളവരാണ്. അങ്ങനെയുള്ള ആളുകൾ തങ്ങളുടെ ഏറ്റവും ചാസിറ്റിയെ പരസ്യമായി വിഴുപ്പലക്കാൻ കൊടുത്തുകൊണ്ട് വെറുതെ ആരോപണം കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ, ഈ കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി വരും. അതിന്റെ മോഡസ് ഓപ്പറാൻഡിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പരിശോധിക്കണം. അപ്പൊ അത് വളരെ ഗുരുതരമായ അലിഗേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ അലിഗേഷന് പ്രൈമാ ഫേസി അത് ഇപ്പോൾ വന്നിരിക്കുന്ന കേസും മൂന്നാമത്തെ വന്നിരിക്കുന്ന കേസും ആ കേസിലെ റിമാൻഡ് റിപ്പോർട്ട്, പോലീസ് കൊടുത്തിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷവും ഈ അതിജീവിതയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുവാൻ തയ്യാറായി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിജീവിതയുടെ പേര് പുറത്തേക്ക് വെളിപ്പെടുത്താൻ തയ്യാറായി എന്നാണ് പോലീസ് പറയുന്നത്. കുടുംബത്തെ ഇല്ലാതാക്കി കളയുന്നതാണ് അമ്മയും സഹോദരിയും. ഗൗരവതരമായ ആരോപണമാണ്. അതെ, തീർച്ചയായിട്ടും അതൊക്കെ ഭീഷണിപ്പെടുത്തുക. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഒരു സമൂഹത്തിന് ആകെ മാതൃകയാകേണ്ട. കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ നമ്മൾ പിന്തുടരുന്ന ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഈ കോടതികളുടെയും ഈ എല്ലാ സ്ഥാപനങ്ങളുടെയും മുകളിൽ പ്രവർത്തിക്കുന്ന ജനാധിപത്യ സ്ഥാപനങ്ങളാണ്. അപ്പൊ ഈ ജനാധിപത്യ സ്ഥാപനങ്ങൾ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ജനങ്ങളാണ് യജമാനന്മാർ. അതാണല്ലോ ഇപ്പോൾ ഈ രാജ്ഭവന്റെ പേര് ലോക് ഭവൻ എന്ന് പോലെ ആക്കിയിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ മാറ്റുന്നതിന്റെ അന്തസത്ത? അത് ജനങ്ങളാണ്. അപ്പൊ ആ ജനപ്രതിനിധി എന്ന് പറയുന്ന ആ വ്യക്തി സമൂഹത്തെ, അദ്ദേഹത്തിനെതിരെ ഒരു സംശയത്തിന്റെ ഒരു കണിക പോലും വരാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി, ജനങ്ങൾക്കാകെ മാതൃകയാകേണ്ട ഒരു ജനപ്രതിനിധി, ജനങ്ങളുടെ ആകെ നേതാവ്, അദ്ദേഹം മാതൃകയാണെന്ന് പോലും പോകട്ടെ. അങ്ങനെ അത് അത്തരത്തിൽ നമ്മൾ കാണേണ്ട കാര്യമില്ല. അത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.